വീണതല്ലോ, വീഴ്ത്തിയതല്ലേ. അച്യുതക്കുറുപ്പിനെ കുട്ടിമണി തള്ളിയിട്ടതാണെന്ന രഹസ്യം കാവടി അറിയുന്നു. കുട്ടിമണിയോ? അല്ലാതെ വേറെ ആരിത് ചെയ്യാനാ? കുറുപ്പിന്റെ മരണത്തിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന് മതികല മനസ്സിലാക്കുന്നു. അതുറപ്പാ. അതാണ് അത് ആ തള്ളയ്ക്ക് മാത്രം അറിയാവുന്നത്. കണ്ടുപിടിക്കണമല്ലോ ആ മഹാരഹസ്യം എന്താണെന്ന്. ഇന്ദുവിനെയും കൂട്ടി ആറ്റിലെത്തുന്ന കുട്ടിമണി വെള്ളത്തിൽ വീണ കുട്ടിയെ രക്ഷിക്കാൻ ആറ്റിൽ ചാടുന്നു. തുടർന്ന് കാണുക. ഓടി വരണേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ എനിക്ക് വയ്യേ. അയ്യോ മോനെ, ഓടി വരണേ. അയ്യോ എന്റെ മോൻ, എന്റെ മോൻ, എന്റെ മോൻ. അയ്യോ എന്റെ മോൻ, എന്റെ മോൻ, മോൻ കുട്ടിമണി, എന്റെ മോൻ കുട്ടിമണി. കുട്ടിമണി മോളെ, കുട്ടിമണി എന്റെ മോൻ, മോനെ, മോനെ, എന്റെ പൊന്നു മോനെ, 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 എന്റെ മോനെ, എന്റെ പൊന്നു മോനെ, മോനെ. കുട്ടിമണി 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 എന്റെ പൊന്നു മോനെ, ചക്കരക്കുട്ടിയെ, എന്റെ പൊന്നു മോളെ, കുട്ടിമണി എന്റെ പൊന്നു മോളെ, എന്നോട് ക്ഷമിക്കണേ, പാപ്പാക്കണേ. ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടോ നിന്നെ ഞാൻ, എന്നോട് ക്ഷമിക്കണേ മോളെ, എന്റെ പൊന്നു മോളെ. പെണ്ണാ പെങ്കൊച്ചിനെയും കൊണ്ട് ആറ്റിലേക്കാണെന്ന് പറഞ്ഞ് പോയിട്ട് നേരം കുറെ ആയല്ലോ. ആ കൊച്ചിനാണെങ്കിൽ ആറ്റി കുളിച്ചൊന്നും ശീലവും ഇല്ല. വല്ല കൊനഷ്ടം ഒപ്പിക്കുമോ എന്തോ. പിന്നെ കൊനഷ്ടൊപ്പിച്ചു. നിങ്ങളൊക്കെ കൂടി പറഞ്ഞ ആ പാവത്തിനെ വഴക്കാളിയാക്കിയത്. എൻ്റെ അടുത്ത് കുട്ടിമണി വഴക്കിടുന്നത് നീ കണ്ടിട്ടുണ്ടോ? സിജന്റെ അടുത്ത് വഴക്കിട്ട് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ രണ്ടും പെണ്ണിന്റെ താളത്തിനൊത്തു തുള്ളും. അതിനെന്നെ കിട്ടത്തില്ല. എന്നെ കണ്ട അപ്പ പെണ്ണ് വഴക്കിന് വരും. നിന്നെ കണ്ട ആരാ വഴക്കിന് വരാതെ? നിങ്ങൾ എന്റെ വായിരിക്കുന്ന കേൾക്കരുത് കേട്ടോ. ഇണക്കുരുവികള് രണ്ടും പഴയ കാലങ്ങളൊക്കെ അയവിറക്കുവാണോ? അല്ല, പുതിയ കാലത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യാം. ഓ, എന്തായാലും ചിന്തിക്കുന്നതൊന്നും നല്ല കാര്യമായിരിക്കത്തില്ല. ആർക്ക് പാരവയ്ക്കുന്ന കാര്യമാ? ഞങ്ങളെ അമേരിക്കയ്ക്ക് ബോംബ് വെക്കാൻ പോകും. നിനക്കെന്താ കൊച്ചേ? അതും ചെയ്യും. ഭദ്രകാളിയും വീരഭദ്രനും പോലെ അല്ലേ? പെണ്ണെ, വെറുതെ വഴക്കിന് നിൽക്കണ്ട കേട്ടോ. ചേട്ടാ, ഇങ്ങനെയുണ്ടോ പെൺപിള്ളാര്? നേരം വെളുത്ത അപ്പ ഇറങ്ങും വഴക്കിന് തോട്ടിയും കെട്ടിക്കൊണ്ട്. സുഭദ്രാമച്ചിയെ, എന്നതാ ദിനേശ? ആറ്റിലെന്തോ പ്രശ്നം. അയ്യോ, എന്നതാ? എന്താണെന്നൊന്നും അറിയത്തില്ല. കുട്ടുമണിയും കൊണ്ട് നാട്ടുകാരിങ്ങോട്ട് വരുന്നുണ്ട്. ആ, അവൾ ആരെങ്കിലും പിടിച്ച് വെള്ളത്തിൽ മുക്കി കൊന്നു കാണും. അയ്യോ, എന്റെ പരുത്തിക്കാവിലമ്മേ. ഇനിയിപ്പൊ അമ്മയപ്പനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. എന്തായാലും പോലീസിന് ഇവിടെ കയറി ഇറങ്ങാൻ പുതിയൊരു കാരണം കൂടിയായി. നമ്മൾ എന്ത് ചെയ്യും? ആദ്യം എന്താ കാര്യം അറിയട്ടെ, എന്നിട്ട് മതി നിലവിളിക്കും. കുട്ടിമണി ചെയ്ത കാര്യമല്ലേ? എന്തായാലും നല്ലതാവില്ല, നാശവും ആവില്ല, മഹാനാശമായിരിക്കും. നാട്ടുകാരുടെ മുമ്പിൽ കുമ്പിട്ട് മാപ്പപേക്ഷിക്കാനേ ഒരുങ്ങി നിന്നു. അയ്യോ, എന്തുവായിരിക്കും? എന്നതാ സംഭവിച്ചത്? പെണ്ണെ, നീ ആരെ എന്നാ ചെയ്തു? ഞാനുണ്ടല്ലോ. മാപ്പാക്കണം. എവള് പിന്നെ നിന്റെ മോനെ കടിച്ചോ? എന്നോട് ക്ഷമിക്കണം സുഭദ്രാമച്ചി, ക്ഷമിക്കണം. അപ്പൊ ഈ പ്രാവശ്യം നീയാണോ കടിച്ചത്? അയ്യോ, എന്റെ അപ്പച്ചമ്മേ, കുട്ടിമണി ആരെയും കടിച്ചിട്ടൊന്നുമില്ല.
പിന്നെ എല്ലാരും കൂടി എന്തിനാ ഇങ്ങോട്ട് വന്നത്? ശാന്തയുടെ കൊച്ചനെ ഒഴുക്കി പെട്ടുപോയി. കുട്ടിമണിയാ രക്ഷിച്ചത്. അയ്യോ, കുട്ടിമണിയോ? ആ ഞാനാ രക്ഷിച്ച ഞാൻ. സത്യാണോ മോളെ? ആ സത്യാപ്പച്ചമ്മേ, ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. കുട്ടിമണി കുട്ടിമണി ആറ്റിലേക്ക് ചാടി ശാന്തയുടെ മോനെ രക്ഷിച്ചത്. ഞാൻ ഈ കൊച്ചിനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. ഒത്തിരി വഴക്കും പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പ്രാഗിയിട്ടുമുണ്ട്. ഇത് ഈ നാട്ടിൽ നിന്ന് പോണോന്ന് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പക്ഷെ എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കുട്ടിമണി വേണ്ടി വന്നു. ഇപ്പൊ മനസ്സിലായല്ലോ, കുട്ടിമണി വെറും പൊട്ടിയല്ലെന്ന്. ഒരു ജീവനാ രക്ഷിച്ചേക്കുന്നത്, ഒരു ജീവൻ. എന്നാലും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണം സുഭദ്രാമച്ചി, കുട്ടിമണി മിടിക്കുക, ഒരുപാട് മിടിക്കുക. ഒറ്റ ദിവസം കൊണ്ട് കൊച്ചു നാടിന്റെ ഓമനയായി മാറിയില്ലേ? ഞാൻ ഓമനല്ല, കുട്ടിമണിയാ കുട്ടിമണി. കുട്ടിമണിയെ പ്രാഗ്യനാവുകൊണ്ട് തന്നെ ഇനി കുട്ടിമണിക്ക് വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കും. കുട്ടിമണിക്ക് ഇനി ഒരുപാട് ബുദ്ധി ഉണ്ടാവാൻ. ആ സത്യം. ഒരബദ്ധത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചു എന്ന് വെച്ച് കുട്ടിമണി വലിയ പണ്ഡിതയായെന്ന് പറയാൻ പറ്റൂ? അബദ്ധത്തിലാണെങ്കിലും ഒരു ജീവൻ രക്ഷിക്കണമെങ്കിൽ അതിനൊരു മനസ്സ് വേണം. മനസാക്ഷിയും മനോധൈര്യവും വേണം. മറ്റുള്ളവരുടെ ജീവന്റെ വില അറിയുന്നവർക്ക് അത് മനസ്സിലാവും. സുഭദ്രാമേ, കുട്ടിമണിയുടെ മെമ്പറിങ് എത്തിപ്പോയി. ശാന്തേ, നമ്മുടെ കൊച്ചിന് അല്ല നിന്റെ കൊച്ചിന് വല്ലതും പറ്റിയോ? എന്റെ കൊച്ചിനൊന്നും പറ്റിയില്ല. മെമ്പർ എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്? കുട്ടിമണി എന്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തിയത്. അതെ 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 അതെ, ഞാൻ അറിഞ്ഞു. ഓക്സിജനെ വിളിച്ച് ഞാൻ കാര്യം പറയുകയും ചെയ്തു. പിന്നെ പഞ്ചായത്തിന്റെ വക ഒരു വലിയൊരു സമ്മാനവും വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടിമണിക്ക് പഞ്ചായത്തിന്റെ ചരമവീര ചക്രം. പരമവീര ചക്രം എന്നാ പിന്നെ അത് വേണ്ട. ധീരതയ്ക്കുള്ള മെമ്പർ മെമ്മോറിയൽ പുരസ്കാരം. അതിന് മെമ്പർ ചത്തിട്ടൊന്നുമില്ലല്ലോ മെമ്മോറിയൽ എന്ന് വെക്കാൻ. ഇല്ല, എന്നാലും ഇരുന്നോട്ടെ, ഒരു ഗമയ്ക്ക് വേണ്ടി. എവിടെ അതിനകത്തിരിക്കുന്ന മുട്ട തട്ടി പൊട്ടിച്ച് കളയായിരുന്നു മതി. എടുക്കണ്ടും കണ്ട് കണ്ട് കണ്ട്. അപ്പോ കുട്ടിമണി ഇങ്ങോട്ട് നീങ്ങുന്നേ, ഇങ്ങോട്ട് ഇങ്ങോട്ട് മുന്നോട്ട്. ഓക്സിജനും കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. വാ 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 വാ. കുട്ടൂനൊന്നും പറ്റില്ല. ഞാൻ ആറ്റില് ചാടി മീന്തി രക്ഷിച്ചു. അതിന്റെ സമ്മാനം. ഓക്സിജ, അല്പം കൂടെ നീങ്ങി നിന്നേ. ഇനി ധീരയായ വനിതയായ ഭാര്യ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചാട്ടെ. ഇതാ പിടിച്ചാട്ടെ, പിടിച്ചാട്ടെ. കൈയടിച്ച കൈയടിച്ച. ഇനി എന്റെ അനുമോദന പ്രസംഗം. പ്രിയപ്പെട്ടവരെ, ഈ വാലിന്റെ മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ കുട്ടിമണിയെ അനുമോദിക്കാൻ പോവുകയാണ്. എന്റെ ഓരോ വാക്കിനും എല്ലാരും കൈയടിക്കുമല്ലോ. ഇത്രയും കാലം ഒരു പേ പിടിച്ച പട്ടിയെ പോലെ നമ്മളെ എല്ലാം ഓടിച്ചിട്ട് കളിച്ച കുട്ടിമണി ഇന്ന് നമ്മുടെ നാടിന്റെ ഹെറോയിൻ ആയിരിക്കും. ഹെറോയിനോ? മെമ്പർ എന്നതാ ഉദ്ദേശിച്ചത്? നായിക, മനസ്സിലായില്ലടാ? അത് ഹീറോയിനാ മെമ്പറെ. ഇപ്പൊ പറഞ്ഞതേ ഒരു മയക്കുമരുന്നിന്റെ പേരാ. എന്നാ ഹീറോയിൻ ഹീറോയിനായിരിക്കുന്നു. ഇത് ഈ പഞ്ചായത്തിന്റെ വിജയമാണ്, എന്റെ വിജയമാണ്. അതിന് മെമ്പറാണോ കുട്ടിമണിയെ നീന്തൽ പഠിപ്പിച്ചത്? നീന്തൽ പഠിപ്പിച്ചില്ലെങ്കിൽ എന്ത്? എന്റെ വാർഡിലെ ഒരു പുഴ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടല്ലേ കുട്ടിമണി നീന്തൽ പഠിച്ചത്. അല്ല, മെമ്പർ തന്നെത്താനെ വെട്ടിയുണ്ടാക്കിയതാണോ ഈ പുഴ? ചന്തേ ചന്തേ നെകളിക്കരുതേ കേട്ടോ. പഞ്ചായത്ത് മെമ്പറോടും പ്രധാനമന്ത്രിയോടും തറുതല പറയാൻ പാടില്ലെന്നാ. പഞ്ചായത്ത് മെമ്പർ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഒരുപാട് കുട്ടിമണിമാരെയും മണിയപ്പന്മാരെയും നീന്തൽ പഠിപ്പിക്കുന്നതിനായി എന്റെ വാർഡിലെ ഗട്ടറുകൾ ഞാൻ അതേപടി നിലനിർത്തും എന്ന് പ്രഖ്യാപിക്കുകയാണ്. കുട്ടിമണിക്ക് മെമ്പറുടെ വക
അഭിനന്ദനങ്ങൾ. കൈയടി, 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 കൈയടി. പിന്നെ ഇങ്ങോട്ട് നോക്കിയേ, കേന്ദ്ര സർക്കാരിന്റെ ധീരതയ്ക്കുള്ള ഉർവശി അവാർഡ് കുട്ടിമിണിക്ക് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോവുകയാണ്. എടാ പൊട്ടാ, നീ എന്തോ നോക്കിയെടുക്കുന്ന ഒരു പടം എടുക്ക. സമ്മാനത്തിന്റെ കൈമാറ്റം. പത്രത്തിലെ കൊടുക്കാനായിട്ടാ. ആറ്റിൽ വീണ കുട്ടിയെ രക്ഷിച്ച കുട്ടിമണിയെ സർവസമ്മതനും പ്രശസ്തനും ധീരനുമായ ബഹുമാനപ്പെട്ട മെമ്പർ അഭിനന്ദിക്കുന്നു. അതാ എന്തിനാ പറ്റമ്മ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഞാൻ ഈ നാനിന് ഉടുപ്പൊക്കെ ഒന്ന് മാറ്റിക്കോട്ടെ. ആദ്യം നീ മിടുക്കിയായ വിവരം നീ അച്ഛയോട് പറ, അവൻ സന്തോഷിക്കട്ടെ. ആ പറയാമേ ഇപ്പൊ തന്നെ പറയാം. അതെ, പിന്നുണ്ടല്ലോ അച്ഛേ, പിന്നെ ഞാനും പൂറ്റമല്ലിയച്ചും കൂടി ആറ്റില് മീൻ പിടിച്ചാനേ പോയേ. എന്നിട്ടുണ്ടല്ലോ അച്ഛേ, മീൻ പിടിച്ചാൻ തുടങ്ങിയതിന് മുമ്പേ നമ്മുടെ ശാന്തേച്ചില്ലേ, ശാന്തേച്ചിയുടെ മോനുണ്ടല്ലോ അല്ലു വെള്ളത്തിൽ ഒഴുകിപ്പോയി. അന്നേരം എല്ലാരും പേടിച്ച് നിൽക്കുവാണേ. അച്ഛയുടെ മോള് മാത്രം പേടിച്ചില്ല. അച്ഛയുടെ മോള് മീന്തി ചെന്ന് ആ കുഞ്ഞിനെ അങ്ങ് രക്ഷിച്ചു. എല്ലാരും ഉണ്ടല്ലോ എന്നെ നോക്കി അങ്ങ് കൈയടിച്ചു. ജമ്പർ ഉണ്ടല്ലോ, ജമ്പർ ഡോഫി തന്നു. ഡോഫി അങ്ങോട്ട് കാണിച്ചു കൊടുക്കുവോ ചേട്ടാ? അച്ഛനെ ഇത് കണ്ട, നല്ല സ്വർണ്ണ നിറമുള്ള ഡോഫിയാ. അച്ഛതോ, നിന്റെ മോളെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നാട്ടുകാർക്ക് എല്ലാം ഇഷ്ടമാണ്. എല്ലാരും ഇവളെ കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞടാ. പിന്നെ പത്രത്തിൽ പടം വരുമെന്നൊക്കെ പറയും. പത്രത്തിലൊക്കെ വരും. ഇതൊന്നും കാണാനുള്ള ഭാഗ്യം നിനക്കില്ലാതെ പോയല്ലോടാ. അച്ഛേ, പിന്നുണ്ടല്ലോ അച്ഛാ, അന്നേ എനിക്ക് മീന്തലൊന്നും അറിയത്തില്ലായിരുന്നു. അറിയാണെങ്കിലേ ഞാൻ അച്ഛൻ കിണറ്റ് ചാടി രക്ഷിച്ചാണ്. അച്ഛനോട് പെണങ്ങല്ല അച്ഛൻ. അച്ഛതോ, പൊന്നു മോളെ. മനുഷ്യ ഇതാണ് ഡോഫി. ഡോഫി എന്റെ കുട്ടിമണി ട്രോഫി. ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞില്ലെങ്കിലും കൊണ്ടുവന്നിട്ട് കുത്തി തരാം. ശരി, ടോഫി എങ്കിൽ ടോഫി, ഞാൻ സമ്മതിച്ചു. ഇതെനിക്കുണ്ടല്ലോ ജമ്പർ തന്നതാ. എന്റെ കുട്ടിമണി ഇതിപ്പോ 10 തവണ പറഞ്ഞു കഴിഞ്ഞു. എന്നാ പിന്നെ ഞാൻ ശാന്തേച്ചിയുടെ മോനെ രക്ഷിച്ച കഥ വരാ. ഞാനുണ്ടല്ലോ ഒരു ഭയങ്കര ശമ്പള. എന്റെ പൊന്നു കുട്ടു, അതാണെങ്കിലേ 25 തവണ പറഞ്ഞു കഴിഞ്ഞതാ. എന്നാ പിന്നെ എന്നതാ ഇനി പറയാനല്ലേ? ഒന്നും പറയണ്ട, തൽക്കാലം പ്രാർത്ഥിച്ചതിന് ശേഷം കിടന്നുറങ്ങാൻ നോക്കും. പ്രാർത്ഥിച്ചാവേ, പക്ഷേങ്കില് എനിക്ക് ഉറക്കം ഒന്നും വരുന്നില്ല. എന്നാലും പ്രാർത്ഥിക്കും, അപ്പൊ ഉറക്കം വരും. ശരി. എടാ ദൈവമേ. എടാ ദൈവമോ? അല്ല എന്റെ ദൈവമേ. എന്റെ ദൈവമേ, എന്നെ കാത്തോനെ, എന്നെ രക്ഷിച്ചോനെ, എന്റെ മനുഷ്യന്റെ കാലിൽ ഒരു മുളു പോലും കൊള്ളാതെ നോക്കിച്ചോനെ. പിന്നെ മനുഷ്യന്റെ കാലെ കൊള്ളാനുള്ള മുള്ളൊക്കെ എന്റെ കുട്ടിമണിയുടെ കാലിൽ കൊള്ളിച്ചോനെ. പിന്നെ എന്തോ പറയാൻ? പിന്നെ ദൈവമേ, ഇനി ഇവിടെ ഒരുപാട് പിള്ളേരെ ആദ്യ വീഴണേ. എല്ലാരും എനിക്ക് രക്ഷിച്ചാലും പറ്റണേ. അയ്യോ കുട്ടു, മിണ്ടരുത്, എന്നാൽ എനിക്ക് ഒത്തിരി ട്രോഫി കിട്ടുള്ളൂ. എന്റെ കുട്ടുവിന് വേണമെങ്കിൽ ഞാൻ ഒത്തിരി ട്രോഫി വാങ്ങിച്ചു തരാം. അതിനാരും ആറ്റി പോണെന്ന് പ്രാർത്ഥിക്കരുതേ. വാങ്ങിത്തരോ? തരാം. സത്യമായിട്ടും നേരായിട്ടും വാങ്ങിച്ചു തരാം. ശാന്തക്കന്റെ മോനെ രക്ഷിച്ചതിനെ കുട്ടിമണിക്ക് എന്റെ വക ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. അയ്യോ, എന്ത് സമ്മാനം മനുഷ്യ? ഒരു സമ്മാനം. എന്താന്ന് പറയോ? ദോഫിയാണോ? അതൊന്നും അല്ല, വേറൊരു സമ്മാനം. അതെന്നാ? ഒരു പുത്തൻ ഹാഫ് സാരി. എന്താ പോരെ? കണ്ണടച്ചിരുന്നാലേ ഞാനിപ്പോ വേറൊരു സമ്മാനം തരാം. വേറൊരു സമ്മാനോ? അതെന്നാ മനുഷ്യ? ആദ്യം കണ്ണടക്കി. എന്നാണ് പറയാ മനുഷ്യ? ഇല്ല, കണ്ണടച്ചാലേ തരൂ. മനുഷ്യ
ഒന്ന് കണ്ണടക്കി കുട്ടിമണി. ആ, എന്നെ കാണിച്ചാവേ പറ്റിച്ചല്ലേ. കണ്ണടച്ചല്ലോ. ആ കണ്ണടക്കുന്നേ. ഇതാണ് സ്പെഷ്യൽ സമ്മാനം. അയ്യോ എനിക്ക് നാണം വരുന്നു. ഷോ എന്നാലും എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നതാ നിനക്ക് ഇത്ര വിശ്വസിക്കാൻ പറ്റാത്തത്? അല്ല, പെണ്ണൊരാളുടെ ജീവൻ രക്ഷിച്ചു എന്നൊക്കെ വച്ചാ അതിലെന്താ ഇത്ര സംശയം? നിന്റെയൊക്കെ നോട്ടത്തിലല്ലേ കുട്ടിമണിക്ക് ആശനം കൊള്ളാത്തത്? ദേ, ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. അവക്ക് ഇത്രയും സൗന്ദര്യം കൊടുത്തതിന് പകരം കുറച്ച് ബുദ്ധി കൊടുത്താൽ മതിയായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് നിന്റെ കുശുമ്പ്. എന്നാത്തിന്? ആ കുട്ടിമണിയുടെ സൗന്ദര്യം കണ്ടിട്ടുള്ള കുശുമ്പ്. പിന്നെ ദേ, നിങ്ങൾ ചുമ്മാ എന്നോട് വഴക്കിനൊന്നും നിൽക്കണ്ട കേട്ടോ. ഓ, സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. ആളുകൾ ഇത്ര പുകഴ്ത്തുകയെന്നൊക്കെ വച്ചാ ഓ കുളിര് കോരിപ്പോയി. എന്നാലും അച്യുതന്റെ കാര്യത്തിൽ പെണ്ണിന് ബുദ്ധിമോശം പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പം ശാരദയും കൂടെ ഇവിടെ വേണമായിരുന്നു. എന്നും പെണ്ണിനെ പറ്റി പരാതി മാത്രം കേട്ടിട്ടുള്ള ശാരദയ്ക്ക് എന്തുമാത്രം സന്തോഷമായിരുന്നേനെ ഇതൊക്കെ കാണുമ്പം. അല്ല, ഇനി പെണ്ണിനങ്ങ് ബുദ്ധി ഉറച്ചോളായിരിക്കും അല്ലേ? പിന്നല്ലാതെ നിന്നേക്കാൾ ബുദ്ധി എന്തായാലും കുട്ടിമണിക്ക് കാണും. ആ, അത് നേരാ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ഭാര്യ ആവത്തില്ലായിരുന്നല്ലോ. ഓ, അല്ലെങ്കിൽ വന്നേനെ തുർക്കി രാജാവ്. എന്നാ വരാതിരിക്കാൻ? എന്റെ നല്ല പ്രായത്തില് എന്നെ കല്യാണം ആലോചിക്കാത്ത ചെറുപ്പക്കാരില്ലായിരുന്നു ഈ നാട്ടിൽ. പക്ഷെ അവർക്കൊക്കെ ദൈവാധീനം ഉണ്ടായിരുന്നു. തലനാരിഴയ്ക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മണ്ടനായ ഞാൻ പെട്ടു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ രാജകുമാരി കിട്ടിയനടി. എന്താ സംശയം? നിന്നെക്കാളും നിറവില്ല എനിക്ക്, നിന്നെക്കാളും സൗന്ദര്യമില്ല. പിന്നെ ശിവാജി ഗണേശനല്ലേ? ദേ, നിറത്തിന്റെ കാര്യമൊന്നും പറയണ്ട. പണ്ട് നിങ്ങളെക്കാളും നിറം ഉണ്ടായിരുന്നു എനിക്ക്. നിങ്ങളുടെ കൂടെ കൂടിയ പിന്നെ മനസമാധാനക്കേട് കാരണം കറുത്തുപോയതാ. ഓ, അപ്പൊ ആനയ്ക്കൊക്കെ എന്ത് മനസമാധാനക്കേടായിരിക്കും? വലിയ തമാശയൊന്നും വേണ്ട. നിങ്ങൾ വെളുത്തിരിക്കുന്നതേ ഈ കണ്ടകടച്ചാനിയൊക്കെ അവര് മോന്തയ്ക്ക് തേച്ചിട്ടാ. വെളുക്കാനുള്ള ക്രീം നിങ്ങൾ തിന്നുന്നുണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്റെ പൊന്നു സുഭദ്രേ, നീ സുന്ദരിയാ, സമ്മതിച്ചു. ബഹളം വയ്ക്കാതെ. ആ, പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു. എന്നതാ? അയ്യോ, അതങ്ങ് മറന്നുപോയി. എന്താ? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് രണ്ട് അമ്പലങ്ങളിലേക്ക് ഒന്ന് പോണം കേട്ടോ. എന്തിനാ സുഭദ്രേ? ദൈവങ്ങൾ അവിടെ സ്വസ്ഥായിട്ട് ഇരുന്നോട്ടെ. ദേ, നിങ്ങളുടെ ചൊറിയുന്ന നാക്കൊന്ന് അടക്കി വെക്കണം കേട്ടോ. ആ, പിന്നെ നിങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ചില നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. എന്ത് നേർച്ച? പിന്നെ കോട്ടപ്പാറ അമ്പലത്തിൽ ഒരു ശയന പ്രദക്ഷിണം. ഓ, 10 പ്രദക്ഷിണമാ നേർന്നിരിക്കുന്നത്. ആ കൊള്ളാലോ. അപ്പൊ നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. നീ ഉരുണ്ടോടി? പിന്നെ ഞാനുരുളും, അതിനത്തിന് പുളിക്കും. നിങ്ങളെ ഉരുട്ടാന്നാ നേർന്നിരിക്കുന്നത്. ഞാനോ? പിന്നെ നിങ്ങൾ തിരിച്ചു വന്നതിന് അപ്പുറത്തെ കറിയാച്ചം കിടന്നുരുളുവോ? അയ്യോ, അത് മാത്രമല്ല, തൈപ്പൂയത്തിന്റെ നിങ്ങളുടെ നാക്കേ കൂടെ ശൂലം കയറ്റി കാവടി എടുപ്പിക്കാമെന്നൂടെ നേർന്നിട്ടുണ്ട്. എന്റെ കണ്ണു കുത്തിയെടുത്ത് ഭണ്ഡാരത്തിലിടാമെന്ന് നേരാമേലായിരുന്നു. അതെന്ത് ചെയ്യാം? ഭർത്താവിന്റെ നാക്കിൽ ശൂലം നിറക്കാൻ നിൽക്കുന്ന ഭാര്യ. ഇതെല്ലാം ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിലേ നേർച്ച നേർന്ന എനിക്കാ ദോഷം. അയ്യോ, ഒരു കാര്യം മറന്നു. ഒരു കനലാട്ടം കൂടെ നേർന്നിട്ടുണ്ട് ഞാൻ. ശൂലം കുത്തുന്ന ദിവസം നമുക്ക് അതും കൂടെ അങ്ങ് ചെയ്യാം. സുഭദ്രേ, സുഭദ്രേ, ഇവക്ക് ചെവിയാക്കത്തില്ലേ? ഒന്ന് വേഗം പാടി. എന്നതാ മനുഷ്യ നിങ്ങൾ ഒച്ച വെച്ച് പേടിപ്പിക്കുന്നത്? നിങ്ങളുടെ നിലവിളി കേട്ടപ്പോ ഞാൻ കരുതല്ലോ നിങ്ങളെ ആരാണ്ടാ പിടിച്ചോണ്ട് പോവുകയാണെന്ന്. അങ്ങനെ നിനക്ക് സമാധാനം കിട്ടുമെന്ന് കരുതണ്ട. നിങ്ങൾ വിളിച്ചു കൂവിയന്റെ കാര്യം പറ. എടി, നീ പത്രം കണ്ടോ? എന്താ, നിങ്ങൾക്ക് ലോട്ടറി അടിച്ചോ? ലോട്ടറി? നിന്നെ സംബന്ധിച്ച് പത്രം ലോട്ടറി നോക്കാൻ മാത്രമുള്ളതാണല്ലോ. എടി, ഇതൊന്ന് നോക്ക്. അയ്യോ, ഇത് കുട്ടിമണിയല്ലേ? അയ്യോ, ഒന്നിങ്ങോട്ട് ഓടി വായോ. ഫസ്റ്റേ, നിന്റെ ബഹളം കേട്ടാ തോന്നുമല്ലോ നിന്നാരോ തല്ലിക്കൊല്ലാൻ വരുന്നെന്ന്. എന്താ എന്താ പച്ചമ്മേ? കുട്ടിമണിയുടെ കുട്ടിമണിക്ക് എന്ത് പറ്റിയ പച്ചമ്മേ? കുട്ടിമണിക്കൊന്നും പറ്റിയിട്ടില്ല. പത്രത്തിൽ വാർത്ത വന്ന എന്റെ നിർവൃതിയാ. കൊള്ളാലോ, കുട്ടിമണി അങ്ങ് സ്റ്റാർ ആയി. മെമ്പറാണെന്ന് ഇപ്പൊ കണ്ടില്ലേ? അയാള് പിന്നെ ഞെളിയാൻ അവസരം കിട്ടുന്നിടത്തൊക്കെ കയറി അങ്ങ് ഞെളിയത്തില്ലയോ? കുട്ടിമണി കണ്ടോ ഇത്? പെണ്ണ് കണ്ടിട്ടെന്തിനാ? അവക്ക് അക്ഷരം അറിയത്തില്ലല്ലോ. ഓ, നീ പിന്നെ MA/MPhil ആണല്ലോ. പടം കാണാൻ എന്തിനാണ് അക്ഷരം അറിയുന്നത്? ഞാൻ പോയി കുട്ടിമണി വിളിച്ചോണ്ട് വരാം. എന്നാലും പെണ്ണിന്റെ ഒരു ഭാഗ്യേ,
പത്രത്തിലൊക്കെ പടം വന്നില്ലയോ? എനിക്ക് വലിയ ആശയാ പത്രത്തിലൊക്കെ പടം വരാൻ. എന്നാലേ നീ ആരെങ്കിലും രക്ഷിക്കാനായിട്ട് ആറ്റ് പോയി ചാട്. രക്ഷിച്ചാലും ഇല്ലെങ്കിലും പത്രത്തിൽ പടം വരും, അത് ഉറപ്പാ. എന്നതാ തറച്ചിരിക്കാൻ? എന്റെ അപ്പച്ചിയമ്മേ, അപ്പച്ചിയപ്പനൊരു തമാശ പറഞ്ഞതല്ലേ. പിന്നെ മറ്റുള്ളവരെ കളിയാക്കുന്ന ഇങ്ങൾക്ക് പണ്ടേ ഉള്ള സ്വഭാവം. ഇതേ നിങ്ങൾക്കറിയാമോ, പണ്ടൊരാൾ എന്നെ സിനിമയിൽ എടുക്കാന്ന് പറഞ്ഞതാ. എന്നാത്തിനായിരുന്നു? ഫിലിം വെട്ടി ചമക്കാൻ. അഭിനയിക്കാൻ. ഞാനെങ്ങും പോയില്ല. അയ്യോ ഉറക്കം പോണില്ലേ? കണ്ണു നേരം നിൽക്കുന്നില്ലേ? ഉറക്കം പോണില്ലേ? അയ്യോ അയ്യോ, ആരെങ്കിലും വെച്ചൊരു കട്ടൻ കാപ്പി തായോ? കട്ടൻ കാപ്പി ആയോ? ദോശ ഉണ്ടോ? ദോശയും കട്ടൻ കാപ്പിയൊക്കെ പിന്നെ തരാം. ഇപ്പതേ വേറൊരു സാധനം കാണിക്കാം. വേറെ ഷാനോ? അത് എന്നതാ ബുദ്ധമ ചേച്ചി? അതൊക്കെ ഉണ്ട്, വാ. ശബലമാനോ? അതെനിക്കറിയാം. ദാ നോക്കൂ, ഇതാരാ നോക്കി. വലിയ സിനിമ നടിയായി പോയല്ലോ. ഇതെല്ലായിടത്തും വരുമോ ബാല? നമ്മുടെ നാട്ടിൽ എല്ലാരും കാണും. ദൂരെ എങ്ങും കാണത്തില്ലയോ മക്കളെ? ലോക്കൽ പേജ് അപ്പച്ചമ്മേ. എന്ന് വെച്ചാ നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രമേ ഇത് കാണിക്കത്തുള്ളൂ. അപ്പൊ ദൂരെ എങ്ങും കാണത്തില്ലല്ലോ. എന്തിനാ അപ്പച്ചമ്മേ, നമ്മുടെ നാട്ടിൽ കണ്ടാ പോരെ? അതല്ല മക്കളെ, ദൂരെ എങ്ങാനും കൂടി ഈ പടം കണ്ടിരുന്നെങ്കിൽ അത് കണ്ടിട്ടെങ്കിലും ശാരദ തിരിച്ചു വന്നേ. ശാരദ പെങ്ങൾ വന്നോളൂ, നീ അതോർത്ത് വിഷമിക്കണ്ട. മനുഷ്യനെ കണ്ടിട്ടുണ്ട്. മനുഷ്യ